റിച്ച് ലൈഫാണ് അറബികൾ. പിന്നെ ഈ ഡ്രൈവർമാർക്കൊക്കെ ഇങ്ങനെ വീടുണ്ടാവില്ലേ, തുങ്ങിയിടുന്നത് അല്ലേ. നമ്മളെ ക്ലോത്ത്, ഷൂസ്. ഇന്നൊരു സ്ഥലം വരെ ഞാൻ പോവാണ് നോമ്പ് തുറക്കാൻ വേണ്ടി. ഇവിടെ ടെന്റ് ഉണ്ടോ ഇല്ലെന്നറിയില്ല. 2-3 ദിവസമായി ഇറാന്റെ മിസൈൽ ആക്രമണം ഉള്ളത് കൊണ്ട് ടെന്റിലേക്കൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ഞാൻ അങ്ങോട്ട് പോയി നോക്കാം, ഉണ്ടോ അറിയില്ല. റിസ്ക് എടുത്ത് പോവാം. സംഭവം നാട്ടില് മൊത്തം പാട്ട്, ഗൾഫ് കൺട്രി ആകെ മിസൈൽ ആക്രമണം കൊണ്ട് തകർന്നു. നാട്ടില് ന്യൂസ് ഒക്കെ കണ്ടെത്തുവെന്നും ഗൾഫ് കൺട്രി ആകെ പോയി ശാമ്പളായി. നമുക്ക് എന്റെ അടുത്ത് കാണാൻ പറ്റുമെന്നറിയില്ല. സ്പോർട്സ് ക്ലബ്ബാണ്. ആളുകൾ ഇങ്ങനെ വരും ചില ദിവസം. എൻട്രി ഉണ്ട്, ഫ്രീ ഒന്നല്ല. എന്നൊക്കെ മജ്ലിസ് എന്ന് കേട്ടിട്ടുണ്ടോ? അറബികൾ എന്റെ ബാക്കിലുള്ളത്. അവിടെ അറബികൾ ഇങ്ങനെ വന്നിട്ട് ഫുഡ് കഴിക്കും, സംസാരിക്കാനും. ആണുങ്ങൾ മാത്രം ഉണ്ടാവില്ല, പെണ്ണുങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ നോമ്പ് തിരക്കുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും അവിടെ. നോക്കി, ഇതാണ് റിച്ച് ലൈഫാണ് അറബികൾ. നോമ്പ് തുറ ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും. ഓർക്ക് മാത്രമേ ഉള്ളൂ. അവിടെ ചെറിയ പള്ളിയൊക്കെ ഉണ്ട്. പള്ളി ഇപ്പൊ 4 ദിവസമായിട്ട് ഇങ്ങനെ മിസൈല് ഇങ്ങനത്തെ വാർത്തയെല്ലാം ഉള്ളത് കൊണ്ട് പിന്നെ പുറത്തൊന്നും ഇറങ്ങാൻ പോയില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്നറിയോ? അറബികള് വീടുണ്ടാക്കുമ്പോ കാർ പാർക്കിംഗ് വീട്ടിലുണ്ടാക്കൂല. നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും. മൊത്തം കാർ പാർക്കിംഗ് പുറത്താണ്. എത്ര വലിയ കാറായാലും, BMW, റോൾസ് റോയ്സ്, ഏത് കാർ ഉണ്ടായാലും കാർ പുറത്താണ് പാർക്കിംഗ് ഉണ്ടാവുള്ളൂ. നമ്മളെ നാട്ടിലെ വീട് കെട്ടുന്ന മുമ്പ് തന്നെ കാർ പാർക്കിംഗ് ബ്ലൂ പ്രിന്റില് പ്രത്യേക സ്ഥലം നോട്ടാക്കിയിട്ടുണ്ടാവും. എവിടെ നോക്കിയേ, പുറത്തേ ഉണ്ടാവുള്ളൂ കാർ പാർക്കിംഗ്. എത്ര വലിയ കാറായാലും, 2-3 കാർ ഉണ്ടായാലും പുറത്തേ ഉണ്ടാവുള്ളൂ. ഒരു സംഭവം കാണിച്ചു തരട്ടാ. ഇതാണ് ഡൊണേഷൻ ചാരിറ്റി ബോക്സ്. ഇതില്ലേ നമ്മളെ ക്ലോത്ത്, ഷൂസ്, ആവശ്യമുള്ള ആൾക്കാർ വന്നിട്ട് എടുക്കും. ഇവിടുന്നൊക്കെ ഓൾറെഡി കുറെ ഐറ്റംസ് ഉണ്ട്, ടോയ്സ് ഒക്കെ. വേണ്ട ആൾക്കാർ എടുക്കും. ഇങ്ങനെ ബുക്സ് എല്ലാം ഉണ്ടാവില്ലേ, യൂസ് എന്തുണ്ടായാലും അവിടെ കൊണ്ടുപോയിട്ട് വെക്കും ആൾക്കാർ. അത് യൂസ് ആക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ചാൽ മതി. അത് ആവശ്യമുള്ള ആൾക്കാർ വന്നിട്ട് അവിടുന്ന് കളക്ട് ആക്കി പോകും. പിന്നെ ലൊക്കേഷൻ അടുത്തെത്തി, റോഡ് കഴിഞ്ഞിട്ട് പോയി നോക്കാം. കാറും പുറത്താണ്. അവിടെ നോക്കിയാ ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, ഇവിടെ ഒരു സംഭവം ഞാൻ കാണിച്ചു തരട്ടെ. റെഫ്രിജറേറ്റർ ഇങ്ങനെ പുറത്ത്, ഇതൊരു വീട്ടുകാരത്താണ്. ഓറിങ്ങനെ പുറത്ത് വെക്ക. ഇതിൽ ഓറിങ്ങനെ ഫുഡ് വന്നിട്ട് വെക്കും, ആവശ്യമുള്ള ആൾക്കാർ വന്നിട്ട് എടുക്കാൻ. ഇപ്പൊ നോമ്പായത് കൊണ്ട് തോന്നുന്നില്ല, ആവശ്യമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട്. ഇതും ഒരു മജ്ലിസാണ്. ഇത് മജ്ലിസാണ്. ഇങ്ങനെ കുറെ മജ്ലിസ് ഉണ്ടാവും അവിടെ. ഓരോ മജ്ലിസിൽ പെണ്ണുങ്ങളൊന്നും പോവില്ല, ആണുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓരോ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒന്നിച്ചിരുന്നലും ഭക്ഷണം കഴിക്കലും. ഓക്കെ, വീടിന്റെ അകത്ത് പുറത്ത് നല്ല രസമുണ്ടല്ലേ, പൂക്കളും സെറ്റപ്പാണ്. ഓക്കെ, കാണാൻ നല്ല രസില്ലേ. വാവ്, പൂകളൊക്കെ. ഞാൻ പ്ലാസ്റ്റിക് ആണെന്ന് കരുതി, ഒറിജിനൽ ആണെന്ന്. പ്ലാസ്റ്റിക് നല്ല മെയിൻറ്റെയിൻ ആക്കി. ഇന്നൊക്കെ കാറൊക്കെ പുറത്താണ് വെക്കാം. സമയായി 5:30, പെട്ടെന്ന് നടന്നു പോവാം. ഓക്കെ, വീടിന്റെ സ്ട്രക്ചർ നോക്കിയ വീട് ഡ്രൈവർമാർക്കൊക്കെ ഇങ്ങനെ വീടുണ്ടാവില്ലേ, തുങ്ങിയിടുന്നത്. സ്ട്രക്ചർ ബോക്സ് പോലത്തെ വീടുണ്ടാവും. വീടല്ല, റൂമാണ്. അതിനകത്ത് തന്നെ കിച്ചണും വാഷ്റൂം അങ്ങനത്തെ സെറ്റപ്പ് ഉള്ള ഒരു റൂം. കുറെ ഡ്രൈവർ ജോലി എടുക്കുന്ന ആൾക്കാർ വീട് അങ്ങനെയാണ്. അതാണ് വീട്ടുകാരുണ്ടാവില്ലേ. ഒരു ടാപ്പ് നോക്കിയ വെള്ളം കുടിക്കാനായിട്ട് നല്ല ഉപകാരം. ഓറഞ്ചാണ്, ഒറിജിനലാണ്. നല്ല തണുപ്പാണ് ഇന്ന്. ഇത്ര തണുപ്പൊന്നും ഉണ്ടാവലില്ല. ഗൈസ്, സംഭവം എത്തി. ടെന്റ് എത്തി ഗൈസ്. ഫ്രണ്ടിലാണ്. അകത്ത് പോയി നോക്കി. എത്തി, സംഭവം എത്തി. കുറെ ആൾക്കാരെല്ലാം ഉണ്ടോന്ന്. സീറ്റുണ്ടോ അറിയില്ല ഇനി. ഓക്കെ, സീറ്റുണ്ടോ അറിയില്ല.
ഞാൻ പള്ളിയിലാണ് നോമ്പ് തുറന്നത്. ഇപ്പൊ ടെന്റിൽ സ്ഥലമില്ല, ചുരുങ്ങിയ പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നോമ്പില് ഇങ്ങനെ പേടിക്കാനൊന്നുമില്ല. എങ്ങോട്ട് പോയാലും ഫുഡൊക്കെ ഉണ്ടാവും. ഞാൻ പള്ളിയിൽ നോമ്പ് തുറന്നു. ഈ സെറ്റപ്പ് നോക്കിയേ, സെന്റർ കുറെ സെറ്റപ്പ് ഉണ്ട്. ചാരിറ്റിക്കെല്ലാം നല്ല ഇത് കൊടുക്കും. ഖത്തർ ചാരിറ്റി കുറെ ഫണ്ട് റൈസ് ആക്കും ചാരിറ്റിക്ക് വേണ്ടി. ഈ ആഫ്രിക്ക ഇങ്ങനത്തെ കൺട്രിയിലൊക്കെ എഡ്യൂക്കേഷന് വേണ്ടി കുറെ ക്യാഷ് അങ്ങോട്ടെല്ലാം അയക്കും. ഇത് സംഭവമുള്ള എല്ലാ ഹൈപ്പർ മാർക്കറ്റിലെല്ലാം ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടോ ചാരിറ്റി കളക്ഷൻ. അത് ഗവൺമെന്റിനാണ് കൊടുക്കുക. അപ്പൊ ഗവൺമെന്റ് അത് വേണ്ട പോലെ യൂസ് ആക്കും, വേണ്ട ആൾക്ക് എത്തിച്ചു കൊടുക്കും. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത് മാത്രം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത ഒരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി മാത്രം.